വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഡേയുടെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ഇന്ന് വാലന്റൈൻസ് ഡേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് നമുക്ക് നമ്മുടെ ഇക്കമാരെയും അനുശ്രീനെയും വെൽക്കം ചെയ്യാം. ഹായ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നമസ്കാരം കുട്ടി. എന്തോ ഈ വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 14th. അതെ, നവംബർ 14th ഫെബ്രുവരി 14th തമ്മിലുള്ള ഒരു ബന്ധം കുട്ടിക്ക് അറിയാവോ? ഇല്ല, അറിയില്ലേക്കാ. ഫെബ്രുവരി 14th എന്ന് പറയുന്നത് വാലന്റൈൻസ് ഡേ. യെസ്. നവംബർ 14th എന്ന് പറയുന്നത് എന്താണ്? ചിൽഡ്രൻസ് ഡേ, ശിശുദിനം. അതെ. കൃത്യം 10 മാസം കഴിഞ്ഞിട്ടാണ് ഈ വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ട് കൃത്യം 10 മാസം കഴിഞ്ഞിട്ടാണ് ശിശുദിനം വരുന്നത്. അപ്പൊ ആ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൽ സക്സസ് എന്റെ ഫെബ്രുവരി 14 കല്യാണം. നവംബറിലാണ് എന്റെ മോൻ ജനിച്ചത്. നവംബർ 14th. നവംബർ 23. അപ്പൊ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ് അല്ലേ? അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും കോമഡി മാസ്റ്റേഴ്സ് ടീമിന്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. അപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഫ്ലെയിംസ് നോക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രണ്ടുപേരും, അത് ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മുടെ കഴിഞ്ഞ ജന്മം നമ്മൾ എന്തായിരുന്നോടെ ലെറ്റേഴ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ അത് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നല്ല അഭിപ്രായം. യെസ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പെൻ ആൻഡ് ബോർഡ് അതൊക്കെ ഒന്ന് കൊണ്ടുതരൂ പ്ലീസ്. യെസ്. അപ്പോൾ ഫ്ലെയിംസ് നോക്കാനുള്ള ബോർഡ് റെഡി. ഞാൻ എന്നാലും ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം എല്ലാവർക്കും വേണ്ടിയിട്ട്. ഫ്ലെയിംസ്. എഫ് ഫോർ ഫ്രണ്ട്സ്, അങ്ങനല്ലേ? അടുത്തത് എൽ എന്തായിരിക്കും? ലവ്, അഫെക്ഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ എന്നൊക്കെ പറയാം. മാരേജ് ആണ്. ഈ എനിമി. എസ് സിബ്ലിങ്സ് ആണ്. സിബ്ലിങ്സ്, സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയും, പക്ഷെ നമുക്ക് ഇവിടെ സിബ്ലിങ്സ് ഇടാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്കിപ്പം 1, 2, 3 എന്നെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് 4 പേരുണ്ട്. നമുക്ക് ആദ്യം നാദികയുടെയും അനുശ്രീയുടെയും നോക്കാം. നിങ്ങളുടെ കഴിഞ്ഞ ജന്മം എന്തായിരുന്നു? ഓക്കെ, ഈശ്വര എന്നെ രക്ഷിക്ക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് സെയിം ലെറ്റേഴ്സ് ഒക്കെ കട്ട് ചെയ്ത് കളയുവേ. എത്രയല്ലേ ഉള്ളൂ? ഡി ഉണ്ട്. I 1 2 3 4 5 6 7 ആണ് നമ്മുടെ നമ്പർ. ഓക്കെ, 1 2 3 4 5 6 7. ഫ്രണ്ട്സ് അല്ല. 1 2 3 4 5 6 7. അഫെക്ഷനും അട്രാക്ഷനും ഇല്ല. 1 2 3 4 5 6 7. സിബ്ലിങ്സ് അല്ല. 1 2 3 4 5 6 7. ലാസ്റ്റ് ഫൈനൽ ആണ്. ഇതിൽ എന്താണ് നമുക്ക് ഇപ്പൊ അറിയാനുണ്ട്? ലവേഴ്സ് അല്ല എന്ന് തീരുമാനിച്ചു. ഫ്രണ്ട്സ് അല്ല, ലവേഴ്സ് അല്ല, അഫെക്ഷൻ ഇല്ല, സിബ്ലിങ്സ് ഇല്ല. ഓക്കെ, 1 2 3 4 5 6 7. നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ ശത്രുത? നാദികാനു പറയൂ, എന്തായിരുന്നു നിങ്ങളുടെ ശത്രുത? ആ ശത്രുതയുടെ ഭാഗമായിട്ടാണോ നാദിക ഒരു സോങ്ങിലേക്ക് മാത്രം? ഇപ്പോഴാണ് രഹസ്യങ്ങളെ അത് പറഞ്ഞേ പറ്റുള്ളൂ. എന്തിനായിരുന്നു ഈ പാവപ്പെട്ട കുട്ടിയോട് ഇത്രയും ഒരു ശത്രുത? ആ കുട്ടി കഴിഞ്ഞ ജന്മത്തിൽ ഇതുപോലൊരു റിയാലിറ്റി ഷോയില് ആങ്കർ ആയിട്ട് നിന്നു. അതാണ് അത് പറഞ്ഞു വരുമ്പോ എന്തോ ഒരു വേദന. അങ്ങനെയുള്ളവരോട് എനിക്കൊരു ശത്രുത തോന്നാറുണ്ട്. അവിടെ ഞാൻ കുറ്റക്കാരിയല്ലേ ഇപ്പൊ? നെഞ്ചുവേദന പോലെ പെട്ടെന്ന്. അടുത്ത കാവിലെ റെഡി അല്ലേ? എഴുതട്ടെ. എ ഇല്ല. ഇനി ഒന്നും ഇല്ലേ നസീർക്ക? അല്ല, ഇനി ഒരു ലെറ്ററും ഇല്ലല്ലോ. ഇല്ല, ഒന്നുമില്ല. 1 2 3 4 5 6 7 8 9 10. ഓ, അല്ല, കല്യാണം നമ്മൾ കഴിച്ചിട്ടില്ല. 1 2 3 4 5 6 7 8 9 10. അട്രാക്ഷനും അഫെക്ഷനും ഒന്നും ഉണ്ടായിരുന്നില്ല.
1 2 3 4 5 6 7 8 9 10 സിബ്ലിങ്സ് അല്ല, നമ്മൾ എനിക്ക് സഹോദരങ്ങളായിരുന്നില്ല. അത് മതി, എനിക്ക് ആ ഒരു സാധനം. അതെന്തോ സഹോദരങ്ങളാണോ എന്താ എനിക്ക് എന്തോ ഒരു വൃത്തികേട്ട പോലെ. അപ്പൊ ഇനി ഫ്രണ്ട്സ്, ലവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ എനിമീസ്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 ഫ്രണ്ട്സും അല്ല, നമ്മൾ ലവേഴ്സ് അല്ലെങ്കിൽ എനിമീസ്. ഇവിടെ നമ്മൾ ലവേഴ്സ് ആയ വീട്ടിൽ എനിമീസ് ആവും. അതെ. അതൊന്ന് ഇവിടെ നമ്മൾ എനിമീസ് ആയ വീട്ടിൽ ലവേഴ്സ് ആവും. എന്തായാലും ഇതോടുകൂടി ഒരു വിധി. അതെ അതെ, വീട്ടിലെ കാര്യത്തിന്റെ ഒരു തീരുമാനം. വീട്ടിലെ കാര്യത്തിൽ 3 തീരുമാനം. 4 5 6 7 8 9 ലവേഴ്സ് ആയിരുന്നു. ഇഷ്ടവസന്താണല്ലേ? സാധാരണ ഇതിൽ ലവ് എന്നൊക്കെ പറയുമ്പോൾ കൊക്കുകൾ ചേർക്കൂ, കൊക്കുകൾ ചേർക്കൂ. കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു അപ്പോ നമുക്ക് വേറെ ആരുണ്ട്? അല്ല, ഈ ഫെബ്രുവരി 14-നോടുകൂടി ഈ എപ്പിസോഡ് 22-ാമത്തെ. വരുമ്പോ വാലന്റൈൻസ് ഡേ മാറി വയലന്റൈൻസ് ഡേ. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി സംസാരിക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വേണമെങ്കിൽ മാറിയിരിക്കാം. ഇത് കഴിഞ്ഞ ജന്മത്തിലല്ല, ഞങ്ങൾ മാറി കഴിഞ്ഞു. പക്ഷെ ഇത്രയും നോക്കിയ സ്ഥിതിക്ക് നസീർക്കയുടെ നാദിക്കയുടെ നോക്കിയാലേ എനിക്ക് പറ്റുള്ളൂ. ആ, ശരി. അയ്യേ, ഞങ്ങൾ ആ ടൈപ്പ് അല്ല. അല്ല, അത് വേണം, അത് വേണം, അത് വേണം. അയ്യേ. അത് നമുക്ക് അത് നോക്കണ്ടേ? വേണം, വേണം. ഞാൻ അങ്ങനല്ല. ഞാൻ അങ്ങനല്ല. അയ്യോ, എന്റെ പിൽസി എന്താ ഇങ്ങനെ അല്ല. ആറില്ല. കഴിഞ്ഞില്ലേ? ആ. 1 2 3 4 5 6 7 8 എട്ടിന്റെ പണി വരുന്നുണ്ട്. 1 2 3 4 5 ഇവിടെ 6 love 7 ഇല്ലല്ലോ. 8 ലവ് ഇല്ല. ലവ് ഇല്ല. ഓ. 1 2 3 4 5 6 7 8 ഓ, എനിമീസ് അല്ല. അല്ല, 1 2 3 4 5 6 7 8 ഓ, കല്യാണം കഴിച്ചില്ല. 1 2 3 4 5 6 7 8 ഓ, ഭാഗ്യം, ഫ്രണ്ട്സ് അല്ല. 1 2 3 4 5 6 7 8 അപ്പം ഞങ്ങൾ അങ്ങനല്ലെന്നാണ് പറഞ്ഞത്. അല്ല നസീറേ, നീ ഇത്തരക്കാരനായിരുന്നോടാ? നിന്റെ ഉള്ളിൽ അത് ആദ്യമേ അല്ല. പറഞ്ഞിട്ട് അയ്യേ ഞങ്ങൾ അങ്ങനല്ല. അതല്ല, എന്നോട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നിൽക്കാനൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊരു നിഷ്കളങ്കനായതുകൊണ്ട്. അത് പഴയ ജന്മം എവിടെയെങ്കിലും വെച്ച് കണക്ട് ആകുമെന്നുള്ളത് മനസ്സിലായില്ലേ? നിഷ്കളങ്കരായതുകൊണ്ട് നമുക്ക് പാട്ടിട്ട് ശിക്ഷിക്കണ്ട അല്ലേ? അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ വാലന്റൈൻസ് ഡേയും കൂടിയാണ്. അപ്പൊ നമുക്കൊരു ഡാൻസ് കണ്ടിട്ട് നമുക്ക് ബ്രേക്കിലേക്ക് പോകാം.
ഇതെപ്പോ തുടങ്ങി? ഈ ഓഞ്ഞതുള്ളൽ എപ്പോ തുടങ്ങിയ സ്വാമിക്കല്ലേ അറിയാൻ പറ്റും, എനിക്കറിയാൻ പാടില്ല. വെളച്ചിൽ പറഞ്ഞാൽ കർപ്പൂരം കത്തിച്ച് എന്റെ കണ്ണിലെറിയും. എടാ, നിനക്ക് ഈ അനർത്ഥങ്ങളൊക്കെ എപ്പോ തുടങ്ങിയെന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ സ്വാമിജി, എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തരണം. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാറ്റിത്തരാം. ഞാൻ എന്റെ അകക്കണ്ണുകൊണ്ട് ഞാനൊന്ന് നോക്കട്ടെ. എന്നെ പറ്റി കണ്ണ് താഴോട്ട് വരുന്നില്ല. കണ്ണ് താഴോട്ട് വരുന്നില്ല. ആണ്ടേ മഞ്ഞവെള്ളം ഛർദ്ദിക്കുന്നു. അത് സാരമില്ല, അത് ഇന്നലെ അടിച്ചതിന്റെ. ഞാൻ അകക്കണ്ണുകൊണ്ട് നോക്കി. എല്ലാ പ്രശ്നത്തിനും ഇപ്പൊ ഞാൻ പരിഹാരം കൊണ്ടുതരാം. ഇത് അങ്ങോട്ട് ചാരി വെച്ചേരാ, ഞാൻ ഇപ്പൊ വരാം. പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മാറിയാൽ മതിയായിരുന്നു. സ്വാമിജി ഇവിടെ പോയിരുന്നു. നിന്റെ വിഘ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. എന്നിട്ട് വിഘ്നങ്ങളൊക്കെ മാറിയോ? എല്ലാം മാറി. ആണല്ലേ? ആദ്യം കുറച്ച് കടുപ്പമായിരുന്നു. ആഹാ. സോഡ ഒഴിച്ചപ്പോൾ നിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഞാനൊരു പൂജ ചെയ്തപ്പോൾ ആ വിഘ്നങ്ങളെല്ലാം ഇപ്പോൾ ഒരുവിധം ഒതുക്കിയിട്ടുണ്ട്. ഞാൻ സമാധാനമായി. എന്റെ പ്രശ്നങ്ങൾ മാറാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടല്ലോ. അതല്ലേ ഞാൻ എടുക്കാൻ പോയത്. നിന്റെ പ്രശ്നങ്ങൾ ഇതോടെ മാറിക്കിട്ടും. ഈ ഭസ്മൊക്കെ മന്ത്രവാദത്തിൽ ആവാഹിച്ചിരുത്തിയിരിക്കുകയാണോ? അല്ല, മന്ത്രങ്ങൾ ഞാനൊരു പെൻഡ്രൈവിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് തരാം. ഉള്ളത് പിഴീടാവട്ടെ. സ്വാമിജി, എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല എന്റെ പ്രശ്നം. പിന്നെ ഏതാണ്? ഞാൻ രാത്രി കാലങ്ങളിൽ കിടന്ന് ഭയങ്കരമായിട്ട് സ്വപ്നം കാണുകയാണ്. എന്റെ കാലിൽ കുപ്പിച്ചില്ല് കയറുന്നു, ആണി കുത്തി കയറുന്നു, മുള്ളു കുത്തി കയറുന്നു. അങ്ങനെ എന്റെ കാലിൽ നിന്ന് ചോർന്ന വാർന്ന് ഞാൻ മരിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. സ്വാമിജി, പ്രതിവിധിയുണ്ട്. എന്താണ് പ്രതിവിധി? ഇന്നു മുതൽ നീ കിടക്കാൻ നേരം നല്ല ലെതറിന്റെ 2 ഷൂ ഇടുക. അഥവാ സ്വപ്നം കണ്ടാലും കുപ്പിച്ചില്ല് കൊണ്ട് കാലിൽ നിന്ന് ചോര വരില്ല. അങ്ങനെ നമുക്ക് ഈ പ്രശ്നത്തിൽ നിനക്ക് പ്രതിവിധി ഉണ്ടാക്കാം. സ്വാമിജി, എന്റെ പ്രതിസന്ധി മാറ്റാൻ എന്തെങ്കിലും പറ്റോ? സാമ്പത്തിക പ്രതിസന്ധി. മൊബൈൽ ഫോൺ എടുക്കുക. മൊബൈൽ ഫോൺ എടുത്തു. ഞാൻ ഈ പറയുന്ന നമ്പർ അങ്ങോട്ട് ഡയൽ ചെയ്യുക. നമ്പർ 948694 ഇതാരുടെ നമ്പരാ? ഇത് കുട്ടൻ മേസ്ത്രിയുടെ നമ്പറാണ്. ഇതെന്തിനാ എനിക്ക് തരുന്നേ? ചുമ്മാ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പണിയുണ്ടോ എന്ന് തിരക്കണം. പണിയുണ്ടെങ്കിൽ അയാളോട് പണിക്ക് പോകണം കേട്ടോ. അല്ലാതെ നിന്റെ കടവ് എങ്ങനെ മാറും? ശരി, എന്നാ സ്വാമി ഞാൻ അങ്ങോട്ട് വരട്ടെ. പക്ഷെ ദക്ഷിണ നിന്റെ തന്ത കൊണ്ട് തരുമോ? ദക്ഷിണ കൊള്ളാലോ നീ ആള്. ഞാനത് നമുക്ക് ഇപ്പൊ ഒരാൾ വന്നതല്ലേ ഉള്ളൂ. ഇനിയും വരുമ്പോ നമുക്ക് 2 ആക്കിയ പോരെ? അങ്ങനെ നീ 2 ആക്കുക. കുറെ നാളോടെ 2 ആക്കുന്നുണ്ട്. നീ എന്നെ തുണ്ടാക്കിയിട്ട് എല്ലാം കൂടെ എന്തോ ഉണ്ടാക്കാൻ പോയാ? എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം. എനിക്ക് ഫേഷ്യൽ ചെയ്യണം, മുടി ഡൈ ചെയ്യണം, ചുരിദാർ മേടിക്കണം. ഓഹോ, ബ്യൂട്ടി പാർലറിൽ പോകാത്ത കുഴപ്പമേ ഉള്ളൂ. എന്ത് കുഴപ്പം? ഞാൻ തരാം. തരത്തില്ല. വലിച്ചെടുത്തോണ്ട് ഞാൻ പോകും. ഞാൻ എണ്ണീക്കട്ട് വിട്. നിന്നെ എണീപ്പിക്കണമെങ്കിൽ പർവ്വതം പൊക്കുന്ന വില വേണമല്ലോ. അല്ല, ഞാൻ എണീറ്റോളാം, വിടന്നെ. കണക്ക് ബുക്ക് നോക്കട്ടെ. മറ്റു ബുക്ക് നോക്കിയിട്ട് കണക്കെല്ലാം വീതിച്ചതിന് ശേഷം മതി നിന്റെ അഭ്യാസം. അത് എന്റെ അടുത്ത് വേണ്ട. ഇല്ല ചേച്ചി, ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, അളിയൻ ഇനി എന്റെ അടുത്ത് ഒരു വാക്ക് സംസാരിക്കരുത്. എനിക്ക് ആകെ ദേഷ്യം വന്നിരിക്കാൻ. അളിയൻ ഇനി എന്റെ അടുത്ത് സംസാരിക്കരുത്. ഓ, കേട്ടില്ല. അളിയൻ ഇനി എന്റെ അടുത്ത് സംസാരിക്കരുത്. എനിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്. ശരി, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സഹോദരിയെ കെട്ടിയാലും നീ എനിക്ക് പ്രതിഫലം തരും എന്ന് പറഞ്ഞാൽ നീ എന്നെ അടിക്കുമെന്ന്. അടിയടാ, ധൈര്യം ഉണ്ടെങ്കിൽ അടി. അടിയടാ. അവ എന്നെ അടിച്ച്. നിങ്ങൾ ചോദിച്ചു മേടിച്ചതല്ലേ? അത് ശരി. അപ്പൊ ആങ്ങളെയും പെങ്ങളെയും കൂടെ അറിഞ്ഞുള്ള പരിപാടിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എന്നെ വേണ്ട. നിന്നെ വേണ്ട, നിന്നെ ഞാൻ ഡൈവോഴ്സ് ചെയ്ത് കളയും. അപ്പൊ നിങ്ങൾക്ക് എന്റെ സ്വത്ത് വേണം. അത് വേണം. അത് എവിടെ തന്നെയായോ? അതൊന്നും പറഞ്ഞ് നിന്നെ കെട്ടിയ നഷ്ടപരിഹാരം. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. എന്റെ അച്ഛനെ നല്ല ശ്രീധരൻ തന്നിട്ടാ എന്നെ കെട്ടിച്ചത്. അത് എന്തോന്ന് തന്നെന്നാണ് 10 തന്നില്ലേ? 10 10 അതിന്റെ വേറൊരു 10 തന്നു. ഈ നിൽക്കുന്ന ആപത്ത്. ഇതിനെ കെട്ടിയതിന്റെ നഷ്ടപരിഹാരമായിട്ട് അതങ്ങ് കൂട്ടിയാൽ ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം. നിങ്ങളുടെ അച്ഛൻ മരിക്കാൻ നേരത്തെ എന്നെ വിളിച്ച് പറഞ്ഞാണ്, സജി മക്കളെ, നീ മരുമോനല്ല, മോനാണ്. ഈ വീടും പറമ്പും നീ എടുത്തോ. എന്നെ വിളിച്ചു പറഞ്ഞു. അതേ ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞോളൂ. കേക്കാൻ നീ ചന്തയെ പോയിരിക്കല്ലേ? നീ തെണ്ടാൻ പോയിരുന്നു. ഇത് എന്റെ മാത്രം സ്വത്താണ്, ഞാൻ തരില്ല. എന്നെ പറഞ്ഞാ മതി. ഇങ്ങനെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരം. അയ്യോ മക്കൾ, അപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചപ്പോഴേ അറിഞ്ഞു ഞാൻ മണ്ടനാണെന്ന്. എന്നാലേ ആ മണ്ടത്തരമൊക്കെ ഞാൻ ഇന്ന് തിരുത്തും. കംപ്ലീറ്റ് കാര്യം ഞാൻ പറഞ്ഞു. സ്വാമിനെ വിളിക്ക്. സ്വാമി വിളി. നിങ്ങൾ പറയല്ലേ വലിയ സ്വാമിയാണെന്ന്. സ്വാമി വരട്ടെ. സിംബ്രജലേ
എനിക്കിത് കണ്ടിട്ട് സാധക ശോണിത സാര ഞാനാ സ്വാമി, നീയാണോ സ്വാമി? അപ്പൊ പിന്നെ ഞാനാണ്, ഞാൻ ഇവിടെ തോടാ സർബത്ത് വിൽക്കാനിരിക്കണോ? അയ്യോ അതല്ല, പിന്നെ ഞാനാണ് സ്വാമി. ഇന്നലെ വിളിച്ചില്ലേ, ഞാനാണ് സ്വാമി എന്ന് പറഞ്ഞു വിളിച്ച ആള്. ഇന്നലെ ബുക്ക് വരുമെന്ന് പറഞ്ഞ ആള്. എപ്പോ വന്നു? അധികം നേരമായോ വന്നിട്ട്? ഇല്ല, കുറച്ചു നേരം ആയേ ഉള്ളൂ. എന്താ പുള്ളി? ഏതാണ്? ഞാൻ ഇവിടുത്തെ മരുമോനാണ്. ഇത് നിങ്ങൾ എന്തിനാണ്? ഇതാണ് നിങ്ങൾ സ്വാമി എന്ന് പറഞ്ഞത്? ഇയാളെ കാണുമ്പോഴറിയാം ഉടായിപ്പാണെന്ന്. ആര് പറഞ്ഞു? അത് നിങ്ങൾ ഉടായിപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്യും അതൊന്ന് പറ. ഞാൻ കൈ നോക്കി കാര്യം പറയുന്ന ആളാണ്. നീ മുഖത്ത് നോക്കി ധൈര്യം ഉണ്ടെങ്കിൽ കാര്യം പറടാ. മുഖത്ത് നോക്കി ഞാൻ മുഖത്ത് നോക്കി പറയുമെന്നോ? മുഖത്ത് നോക്കി ഞാൻ വായി വരുന്നതെല്ലാം പറയും. നീ വായി വരുന്നതിന്റെ പല്ല് ഞാൻ അടിച്ചറിയിടും. അതല്ല, മുഖലക്ഷണം നോക്കി പറയുന്നത്. നീ മുഖലക്ഷണം, നീ അവലക്ഷണം. നീ അങ്ങോട്ട് മാറുന്നില്ല. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ വന്ന കാര്യം പറയും. നിങ്ങൾ എന്തിനാണ് വന്നത്? എന്നെ പരിഹസിക്കാനാണോ വന്നത്? പരീക്ഷിക്കാനാണോ? അതല്ല സ്വാമി, പിന്നെ എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇങ്ങേര് ചോദിച്ച ശ്രീധരൻ മൊത്തം എന്റെ അച്ഛൻ കൊടുത്ത്. ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ ഇങ്ങേര് പറയുവാ, എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഇയാളോട് പറഞ്ഞു ഞങ്ങൾ താമസിക്കുന്ന വീടും പുരയിടം ഇയാൾക്ക് എഴുതി കൊടുക്കാന്ന്. എന്റെ അടുത്ത് പക്ഷെ മക്കളായ ഞങ്ങൾ ആരും ഇത് കേട്ടിട്ടില്ല സ്വാമി. എഴുതി വെച്ചിട്ടില്ല. അതിനിപ്പോ നിങ്ങൾ എന്താണ് പ്രതിവിധി കണ്ടിരിക്കുന്നത്? അത് പറ. പ്രതിവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു കഴിവുണ്ട്. ലോകം മൊത്തം ഫേമസ് അല്ലേ? അച്ഛന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി സംസാരിക്കും. അപ്പോഴറിയാലോ. അപ്പൊ മുതുമുത്തച്ഛനെ വിളിച്ചു വരുത്തി എന്താന്ന് വെച്ച കാര്യം എന്റെ കൊച്ചുമോ സംസാരിക്കും. മനസ്സിലായോ? എന്റെ അപ്പൂപ്പന്റെ പാരമ്പര്യം തൊട്ടുള്ളതാണ്. അപ്പൊ അമ്മാവനെ ഞാൻ എന്റെ ശരീരത്തേക്ക് ആവാഹിപ്പിക്കും. അതുകൊണ്ട് വാ. അതുകൊണ്ട് വരുമ്പോ എനിക്ക് പുള്ളിയോട് സംസാരിക്കാം. എന്നാ കൊച്ചുവനെ വേടാ, നമുക്ക് മുത്തച്ഛനെ എടുത്തോണ്ട് ഒന്ന് കുളിപ്പിച്ച് വൃത്തിയായതിനു ശേഷം വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇങ്ങോട്ട് മാറി തൊഴുതാണ്ട് പോലീസ് കേസ് ഒരു ആത്മാവിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇന്നത്തെ എന്റെ കച്ചവടം ഞാൻ പൂട്ടി. ജീവിച്ചിരിക്കുമ്പോ ഇടാത്ത മനുഷ്യനാണ്. അത് ശരി. അപ്പൊ ഇതാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മുതുമുത്തച്ഛന്റെ തിരുശേഷിപ്പ് അല്ലേ? ആണ് എന്റെ മുതുമുത്തച്ഛന്റെ തിരുശേഷിപ്പ്. ഇത് വെച്ചാണ് നിങ്ങൾ കാര്യം പറയാൻ പോകുന്നത്. അതെ അതെ. സമയങ്ങളെ അത് വിളിച്ചു വരുത്തിയിട്ട് പൈസ വാങ്ങിക്കാൻ നോക്കടാ നാളെ. മുത്തച്ഛാ, നിന്റെ അച്ഛനെ ഞാൻ നിന്റെ ശരീരത്തേക്ക് ആവാഹിക്കാൻ പോവാണ്. കല്ലും നെല്ലും ഇപ്പൊ ഞാൻ തിരിച്ചു തരാം. അച്ഛനോട് ഏറ്റവും സ്നേഹമുള്ള ആർക്കായിരുന്നു? എനിക്കായിരുന്നു. പേര്? സിന്ധു. നക്ഷത്രം? ഞാൻ ഭരണിയിലാ ജനിച്ചത്. അതെന്താ ആശുപത്രി ബെഡൊന്നും ഇല്ലായിരുന്നു? അല്ല, എന്റെ നാള് ഭരണി. നീ പോടിയിരുത്തോണ്ട്. അച്ഛന് എന്റെ അടുത്തായിരുന്നു സ്നേഹം കൂടുതൽ. കാരണം ഞാൻ ഉരുളി കമത്തി ഉണ്ടായ കൊച്ചാണ്. ഓ, അപ്പൊ ആ അച്ഛൻ എന്തോരം ബുദ്ധിമുട്ടുണ്ടായി കാണും ഉരുളിക്കകത്ത് കിടന്ന്. തീരുമാനമാക്കുക. എനിക്കത് അറിയണം. തീരുമാനമല്ല, നീ നിങ്ങളുടെ വസ്തു എനിക്കുള്ളതാണ്. നിങ്ങളുടെ വസ്തു എനിക്കുള്ളതാണ്. എന്റെ വസ്തു എനിക്ക് തരാന്ന് പറഞ്ഞ എന്റെ വസ്തു എനിക്കുള്ളതാണ്. വസ്തു എനിക്കുള്ളതാ. കിണ്ടി ഇവിടെ ഉള്ളതാണ്. ഈ അച്ഛൻ മരിച്ചതാ കുഴപ്പമായി പോയത്. അച്ഛപ്പം കുഴലിപ്പോയോ? അതെപ്പോ? അതങ്ങനെ അച്ഛൻ മരിച്ചതാണ് കുഴപ്പമായി പോയത്. നീ പറഞ്ഞ സ്വാമി തെറ്റിക്കല്ലേ. എന്റെ അച്ഛനെ വിളി. എന്റെ അച്ഛനെ വിളി. നിന്റെ അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് വാസു. ഓം പ്രകായ പ്രവേശായ സ്വാഹാദം ആനന്ദം അച്ഛൻ വന്നാ എന്റെ മാമ വന്നാ. മാമ മാമ മക്കളെ. അച്ഛൻ മക്കളെ. നീയാണോ മൂത്തത്? നീ ഇളയതല്ലേ? പിന്നെ മക്കളെ വിളിച്ചപ്പോ ഉടനെ ചാടിക്കറിഞ്ഞു വന്നല്ലോ നീ. മക്കളെ, ഞാൻ പറഞ്ഞില്ല അച്ഛൻ ഏറ്റവും ഇഷ്ടം എന്നെയായിരുന്നെന്ന്. അച്ഛാ മക്കളെ. ശരി. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതല്ലോ. പീഡന കേസ് കാലത്ത് പോയി എന്റെ കാശിൽ ഇറക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ആളത്ര വെടിപ്പല്ലല്ലോ മാമ. ഞാൻ മനസ്സിലായല്ലോ. സജി മോനാണ്. നീ ചത്തില്ലോടാ മാമ. നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറഞ്ഞതല്ലേ ഈ കിടക്കുന്ന 10 സെന്റ് സ്ഥലവും വീട് എന്നോട് എടുത്തോളാൻ പറഞ്ഞതല്ലേ? ഓർത്തു നോക്ക്. അച്ഛൻ പെൻഷൻ മേടിച്ചപ്പോഴേ ചുമ്മാണ് ഒരു 50,000 രൂപ തരാം. നമുക്കാണെന്ന് പറ. 50,000 രൂപ അച്ഛൻ പെൻഷൻ മേടിച്ചപ്പോഴുള്ള പൈസ അതോടെ നിൽക്കട്ടെ മാമ. ഇനി ഉള്ള തുറന്ന് പറ മാമ. ആ വീടും സ്ഥലവും എനിക്ക് തരാന്നല്ലേ പറഞ്ഞത്? ഉള്ള സത്യമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല.
എങ്ങനെയുണ്ട് മാമ നിങ്ങൾ ഓർത്ത് നിങ്ങൾ ഓർത്ത് നോക്ക്. നിങ്ങൾ ഓർത്ത് നോക്ക്. നിങ്ങൾ അതായത് നിങ്ങൾ എനിക്ക് ഒരു പൈന്റ് വേണമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് തന്നു. അത് കഴിച്ച് കപ്പലിന്റെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയടാ നീ എനിക്ക് മരുമോനല്ല മോനാണ്, ആ കിടക്കുന്ന 10 സെന്റ് സ്ഥലവും വീടും എടുത്തോ എന്ന് പറഞ്ഞത് ഓർത്ത് പ്രായമായി ഓർത്ത് നോക്ക്. മരിച്ചു പോയാളല്ലെന്ന് ഓർത്ത് നോക്ക്. ഞാൻ അങ്ങനെ പറഞ്ഞു ഇല്ല ചാച്ചൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞിട്ടില്ല. ഇല്ല പറഞ്ഞിട്ടില്ല. എനിക്കത് ഓർമ്മയില്ല. അതൊന്ന് നാണു നീ അങ്ങനെ പറയണേ. എന്താ നീ അങ്ങനെ പറയണേ? ഇല്ല എന്നോട് പറഞ്ഞതല്ലേ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റും. നീ വെള്ളം വാങ്ങിച്ചു കുടിച്ചപ്പോ നീ വെള്ളം വാങ്ങിച്ചു കുടിച്ചപ്പോ നീ എന്നോട് എന്നോടാ പറഞ്ഞ വസ്തുവും വീടും ഞാൻ എന്റെ മാമൻ ഇടിക്കും. എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് നീ സാമിയാണ് അവ എന്റെ അമ്മാവനാണോ? ഞാൻ സാമിയാണ്. സാമിയാണ്. നീ ഇത്ര പിന്നെ അമ്മാവനെന്നല്ല പറഞ്ഞ? ആദ്യത്തെ തന്നെ അമ്മാവൻ പോയി. അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്താണ് പറഞ്ഞു പറഞ്ഞത്? എനിക്ക് വസ്തു തരൂലെന്നാണ് അച്ഛൻ വന്ന് പറഞ്ഞിട്ട് പോയി. ഫസ്റ്റ് ഇടിയിൽ അച്ഛൻ പോയി. അമ്മായി ഇപ്പം പറഞ്ഞത് നിനക്ക് വസ്തു തരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. അയ്യോ ഇത് എനിക്ക് തലവേദന കേസാണ്. എനിക്ക് ഇത് കളഞ്ഞിട്ട് ഞാൻ വേറെ വല്ല വഴി നോക്കിക്കോളാം. എനിക്ക് തലവേദന എടുത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഭസ്മം കൊണ്ട് പിടിക്കാം. എന്തിന്? തലവേദനയ്ക്ക് നല്ലതാണ്. വേദനയ്ക്ക് നല്ല സാധനമാണ് ഭസ്മം. എന്റെ ദൈവമേ, ഇയാളെ കല്യാണം കഴിച്ചപ്പോ തൊട്ട് തുടങ്ങിയ തലവേദനയാണ് എനിക്ക്. അവിടെയും തലവേദനയുണ്ടോ? പിടിച്ചോ. സത്യം പറഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരും കണ്ട് എനിക്കാണ് തലവേദന. ഇത് എല്ലാവർക്കും സർവത്ര വേദനയാണല്ലോ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ഭസ്മം വെച്ച് എല്ലാ തലവേദന മാറൂ? എല്ലാ വേദനയും ഉത്തമമാണ് ഇവിടുത്തെ സിദ്ധ ഔഷധമായ ഈ ഭസ്മം. ഹലോ എന്താ സംഭവം? മുതുമുത്തശ്ശൻ സ്വാമിക്ക് വന്നേ. എന്താണ് മുതുമുത്തശ്ശനാണെന്നല്ലേ? സ്വാമിയെ തല്ലിട്ട് നിങ്ങൾ എന്തെങ്കിലും സ്വാമിയോ? നിങ്ങളോട് ആര് പറഞ്ഞു ഇവൻ സ്വാമിയാന്ന്? ഇവൻ ആ സ്വാമിയാണ് കള്ളൻ. നിങ്ങൾക്കറിയാം ഇതെന്നാന്ന്? അപ്പുറത്ത് ആ കോളേജില്ലേ, അവിടെ പിള്ളേർക്ക് പഠിക്കാൻ ലാബി വെച്ചോണ്ടിരുന്ന സ്കെൽട്ടൻ എടുത്ത് ഇവൻ ഇവിടെ കൊണ്ടേ വെച്ച് കള്ളമന്ത്രവാദം നടത്തുന്നത്. ഇവൻ സ്വാമിയല്ല, ആസാമി കള്ളൻ. ഓടിയാ ഞാൻ എറിഞ്ഞാൻ മതി. അവിടെ ശപിക്കും പറഞ്ഞേക്കാം. ഞാൻ ശപിക്കും പറഞ്ഞേക്കാം. മാറ്റി പിടിച്ചേ കള്ളൻ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? മുത്തിയമ്മയാണത്. ഇത് മുത്തിയമ്മയോ? ഇവര് കള്ളമാറ്റ് തങ്കമ്മ. ഇവർ രണ്ടുപേരും കൂടി ചേർന്നുള്ള ഉടായിപ്പോയത്. നിങ്ങളല്ലാതെ ആരെങ്കിലും ഇതിനകത്ത് വന്ന് പെടുവോ? തള്ളേ വേറെ വണ്ടിയത് അടിക്കും ഞാൻ. പോകുന്നതിന് സാറേ ഒരു സെക്കൻഡ്. സാറങ്ങി വരൂ. സ്വാമി ഇങ്ങി വരൂ. അതിങ്ങി തരൂ. ആ ഭസ്മം അങ്ങിതാ. എല്ലാവർക്കും സമാധാനമായല്ലോ. ഞാൻ പോയിട്ട് തരാം. സ്വാമി ഈ ഭസ്മം സ്വാമി തന്നെ കൈവച്ചോ. ഇതെന്തിനാണ് എനിക്ക് കൊണ്ട് തരുന്നത്? അല്ല എന്തായാലും നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നല്ല, അത് പോയിട്ട് പൂജിക്കാൻ വേണ്ടിയല്ല. ആ ഉമ്മാര് നിന്റെ കൂമ്പിടിച്ച് പാട്ടും. ആ സമയത്ത് ഇത് ആവശ്യം വരും. കാര്യം ഇത് വേദനയ്ക്ക് ബെസ്റ്റ് ആണ്. വേദനയ്ക്ക് ഇത് ബെസ്റ്റ് ആണ്. കോപ്പാണ്. ഇതെനിക്കെല്ലാം അറിയാവൂ. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ഇനി താര വിളയാട്ടമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം രഞ്ജീവ് കെ ചന്ദ്രൻ. ഹായ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. എവിടെന്നാ വരുന്നേ? ഞാൻ ചാലക്കുടി, അമ്പല്ലൂർ ചാലക്കുടി. ചാലക്കുടി. ഓക്കെ, ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ 5 മിനിറ്റ് 51 പേരുടെ ശബ്ദമാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. Okay. ഒരു സ്റ്റിൽ ഇട്ടിട്ട് സ്പോട്ട് ഡബിംഗ് ആണോ? സ്പോട്ട് ഡബിംഗ്. ഓക്കെ. അയ്യോ പാവം, മരിച്ചവരും മരിച്ചു, ജീവിച്ചിരിക്കുന്ന ഒരു സൂര്യൻ കെടുന്നോട് തോമാച്ച. കൊള്ളാം, മീശ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ തമ്മിൽ കാണുമ്പം നിന്റെ മുഖത്ത് നീ അങ്ങ് പോരടപ്പെട്ടങ്ങ് കാഞ്ഞിരപ്പള്ളിയിലേക്ക്. നമുക്ക് അവിടെ പന്നിറച്ചും കോഴിച്ചിട്ടും കൂടാം. ജാവ വളരെ സിമ്പിളാണ്. ബട്ട് പവർഫുൾ ആണ്. നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മയും ശത്രുവല്ല ഞാൻ തന്നെയാ. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്നു. എനിക്ക് തൃപ്തിയായടാ. എൻ്റെ കൊച്ചു കുട്ടനല്ലേ. എനിക്ക് ഈ വീട്ടിൽ നിന്നെ പോലൊരു മകനുണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുപോലെ ശാന്തമെടുത്തി ഇത് കുറച്ച് വരാല കൊട്ടമ്പള്ളിയിട്ട് വെച്ച കള്ളക്കും. വരണം വിശ്രന്ത ചൂടൻ വിനാശകാലേ വിപരീത ബുദ്ധി. എന്തൊക്കെ പറഞ്ഞാൽ ശരി, ഈ നാടിന് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു. അതൊക്കെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഈ തന്തപ്പിടിയും ഈ കാരനോട് കൂടി എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. ഇറ്റ്സ് പോസിബിൾ.
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള ഗുരുദൈവം പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി എൻ്റെ പൊന്നും മാമച്ച, ഇത് ഞാൻ ഗോവയ്ക്ക് പോകാൻ വെച്ചിരിക്കുന്ന പൈസയാ. ഇതിനൊരു 10 ഇത് ചായ ഉണ്ട്, വീട്ടിൽ കടിക്കുന്ന പട്ടിയുണ്ട്, ഇത് വെക്കുന്നതിന് പകരം എന്തൊക്കെ ഞാൻ പറയണം. എൻ്റെ ലക്ഷ്മി, ഈ വീടിൻ്റെ മഹാലക്ഷ്മി. എന്തുവന്നറിയത്? ഏൽപ്പിച്ച കാര്യം എന്തായി? പിച്ചക്കാരും അല്ലടി, ഏൽപ്പിച്ച കാര്യം. ഏട്ടനിപ്പോഴും എക്സ്ക്യൂസ് മീ, ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്നല്ലോ. നിന്റെ മകളാര് മാനത്തൊന്ന് പൊട്ടി വീണതാ, അതോ കയ്യും കണ്ട കാലം നാളിനെ വീതമുണ്ടാ? ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷനുമായി ഞാനങ്ങ് ബാമ്പയ്ക്ക് പോവുകയാണ്. അവിടെ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ മൂളി ശോഭേ, നിനക്ക് ഞാൻ ഈ വാങ്ങിച്ചു തരും, കുതിരി വാങ്ങിച്ചു തരും. എന്നെ മനസ്സിലായ? ക്രിസ്പി ജിസ്പില്ല, ക്രിസ്പി. ഇത്രയ്ക്ക് ചീപ്പാണ് ഡിഷ് ബേബി. എങ്ങനാ എപ്പ എന്തരട്ടെ ഇത് അപ്പണ്ണ ചില ആളുകൾ പറയണ നിങ്ങ കട്ടുന്നു. എന്തോ തടയത് ബിന്നാബിനിക്കിട്ട് തുറക്കുവട്ടോ വാങ്ങിച്ചു വെക്കാൻ ഞാൻ തീർക്കാത്തീയും. അളിയാ, എന്തൊക്കെ പരിപാടിയായിരുന്നു. എല്ലാം ടമാർ പടാർ. എനക്കും പരമ്പരക്കിട്ട എന്റെ വാൾ കൊണ്ട് പോവും കഴുത്തെ ഇറത്ത് ഞാൻ രക്തത്തെ കുറിപ്പ്. അല്ല മിസ് പെരേര, ഇതൊക്കിൽ 3 ആയതുകൊണ്ട് നിന്നെ വെടിവെക്കാനും നമ്മുടെ കുട്ടി ശരിക്കരുത് ക്ലിപ്പ് ചെയ്യാൻ പിശാച് പോറി. ഒരു കാര്യം പറയട്ടോ, ഇവന്മാരെ കൂട്ടായിട്ട് വീടിന്റെ പടികറിയാണല്ലോ, നിന്റെ മുട്ടുകാരെ തല്ലി പിടിക്കും എന്റെ മുമ്പിൽ. മോഹനവല്ലി അമ്മേ, അർജന്റീന ഫ്ലക്സിന്റെ താഴെ അമ്മയുടെ ഫോട്ടോ കൂടെ കൊടുക്കാന്നമ്മ പറഞ്ഞത് നല്ലതല്ലേ അമ്മേ? കോപ്പത്തെയും മനസ്സുകൊള്ളതാ വെളിയൊന്ന് കെട്ടുപോയിടുമേ നടിക്കാതെ. ശിവജയപാത്രക്ക് നമ്മുടെ മാത്രം കാണാൻ ഉണ്ട പറഞ്ഞ പാട്ട് പോയില്ലടാ, ഇടിച്ചിട്ടു. എന്താ എൻ്റെ മകൾക്ക് വാശി പാടില്ലെന്നാ? അവളൊരു ഇല്ലാത്ത മകളുടെ മകളാണെന്ന് കരുതി. ഈ കുടുംബത്തിനൊരു പെൺകുട്ടിയുടെ ശാപമുണ്ട്, അത് ദീർഘകാലങ്ങളാ രക്ഷപ്പെടില്ല. കുട്ടികൾ കളിക്കാനുള്ള കളിപ്പാട്ടമല്ലത്, സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ ചോര വരും. അമ്മേ അമ്മേ, പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാവരും നല്ല തങ്കത്തിന്റെ നിറമുള്ള അമ്മേ. അല്ലിത് എന്താണിത്? താമരശ്ശേരി ചോര ഉണ്ടോ ഇല്ലേ? അത് കലക്കി കിടുക്കി തിമിർത്തു. മാധവൻ IPS മരട്ട പൊളിറ്റീഷ്യനെ ആ എന്ത് അത് ദേവന്മാര് പോക്കിരിത്തരം പറയരുത്. ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ നിന്ന് പോകാൻ പറയുന്നത്. ഇവിടെ മനുഷ്യരിക്കണു, എല്ലാ മൃഗങ്ങളല്ലേ ഇരുകാലി മൃഗങ്ങൾ. അല്ലെങ്കിൽ ഇവിടത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് പുറത്തു പോയി പറയുന്നത്. കൃഷ്ണ, ഞാൻ എൻ്റെ ഗംഗയുടെ ഒന്നില്ല ശനെ വെറുതെ വിളിച്ചാണ്. അവന്മാർ ചെറിയ ടീമല്ല ശനെ. കൊച്ചി പഴയ കൊച്ചിയിലായിരിക്കാം, പക്ഷെ ബിലാല് പഴയ ബിലാല. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയോ? ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ചിലപ്പോൾ പൊളിക്കും, ചിലപ്പോൾ പടയും. വൈകയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു അച്ഛൻ്റെ രോധനം. ശരിയാ, പറമ്പിൽ അടക്കയുടെയും തേങ്ങയുടെയും കണക്കം നോക്കാൻ ഏട്ടം വന്നിട്ടില്ല. പക്ഷേ വീട്ടിൽ 3 ആത്മാ. ഞാൻ മാനുവലെങ്കിൽ ചിലരിന്നെ ആനിമലെങ്കിൽ എന്ന് വിളിക്കും. എൻ്റെ ഭാര്യ അവളങ്ങ് അമേരിക്കയില്ല. നേരാ തിരുമേനി, ഈ പശം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. അടിച്ചതാരാടാ? ആണ്ടവനത് സേടിച്ചിയോ? അടിച്ചതല്ല, ആരോ ചവിട്ടിയതാ അല്ലേടാ? എൻ്റെ ഈശോയെ, ഇങ്ങനെ ഈ ഫ്ലോറിൽ വന്നിട്ട് ഇവന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയില്ലോ. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് 51 പേര് ചെറിയ കാര്യമല്ല. താങ്ക് യു. അപ്പൊ നമുക്ക് ചോദിക്കാം അല്ലേ, നാദിക എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു, താങ്ക് യു. ചെറിയ 51 എണ്ണം തേക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു. അല്ല, അത് സത്യം പറഞ്ഞ ഇതിനേക്കാൾ കൂടുതലുണ്ട്. അതിൽ നിന്ന് കുറച്ചിട്ട് ഉള്ളത് വെച്ച് ചെയ്യാന്ന് വെച്ചിട്ട് ചെയ്തതാണ്. കുറച്ചധികം ചെയ്യാറുണ്ട്. ആണല്ലോ? എത്ര പേര് ചെയ്യാറുണ്ട്? ഒരു 100, 150, 160 പേര് ആണെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും. മത്സരത്തിനില്ലേ ഞാൻ? അല്ല, ഞാൻ പറയണത് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റേജിൽ ഇപ്പോൾ പെർഫോം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എണ്ണത്തിലല്ല നോക്കേണ്ടത്. എണ്ണം വെറുതെ കൂട്ടുന്നതിനേക്കാൾ നല്ലത് ഉള്ളത് വെച്ച് ഉള്ള സാധനം ഏറ്റവും അയാൾ ചെയ്ത ഒരൊറ്റ സ്റ്റാർ ചീറ്റിപ്പോയില്ല എന്ന് പറയിപ്പിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അനു. ഹലോ ചേട്ടാ, നന്നായിരുന്നു. ഞാൻ ഈ ഒരു വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുന്നതിൽ ഒന്നും പറയാനായിട്ട് ആരുമല്ല. പക്ഷെ ഞാൻ കാണുമ്പോഴത്തേനും സ്പ്ലിറ്റ് സെക്കൻഡ്സിൽ ഇങ്ങനെ വോയിസ് ചേഞ്ച് ഓവർ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്നെ വെച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര സംഭവമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. എനിക്ക് പിന്നെ തോന്നി ഏതൊക്കെയോ ഒരു 5-6 എണ്ണം ചിലപ്പോൾ നമുക്ക് ചെയ്തപ്പം അയ്യോ അതങ്ങോട്ട്
ഇതായില്ല എന്ന് നമ്മൾ അവരുടെ സിനിമ കണ്ടിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോഴാണ് അവരുടെ വോയിസ് കേസ് കേട്ടിട്ടുള്ളത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അയ്യോ അതിനെന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ട്. അങ്ങനെ ഒരു 5-6 എണ്ണം ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം എനിക്ക്. ബാക്കിയൊക്കെ സൂപ്പർ ആയിരുന്നു, നന്നായിരുന്നു. താങ്ക് യു. നസീർക്ക, നല്ല ശബ്ദമാണ് നിങ്ങളുടെ, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല എന്താ പറയാ, മൈക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യുന്ന ഒരു നല്ല ശബ്ദമാണ്. ഇപ്പൊ നാഷിക പറഞ്ഞ പോലെ ഇതിന്റെ ഒരു അത്ഭുതം ശരിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലേ. ഇപ്പൊ 50, 100 ഒക്കെ കാണിക്കുന്ന ഒരു അത്ഭുതം കഴിഞ്ഞു. ഞാൻ ഇവിടെ ഇതിനു മുമ്പും ഇതുപോലെ പെർഫോം ചെയ്യുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ഒരു എനിക്ക് എപ്പോഴും തോന്നുന്നത് എന്താണെന്നറിയോ, ഇതിലെ വോയിസിന്റെ ഒരു പെർഫെക്ഷൻ നമ്മൾ പിടിക്കുന്നതിന് മുമ്പ് അടുത്തയിലേക്ക് പോകും ഇതിന്. അതാണ് ഇതിന്റെ ഞാൻ കാണുന്ന ഇങ്ങനത്തെ ഈ അനുകരണത്തിന്റെ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡയലോഗ് പറഞ്ഞ് ഒരു താരത്തെ ചെയ്യുമ്പോൾ ആ ഡയലോഗ് പറഞ്ഞ് ഫിനിഷ് ചെയ്യുമ്പോഴാണ് അതിനൊരു പൂർണ്ണത ഉണ്ടാവുക. ഇതിന് ആ പൂർണ്ണത നമുക്ക് പലപ്പോഴും കിട്ടില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞ് അടുത്ത കയറുമ്പോഴത്തേക്കിന് അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഡയലോഗിലേക്കാണ് പോണേ. അപ്പൊ ഞാൻ ഇവിടെ വന്നവരോടൊക്കെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളൊരു കണക്ഷൻ ഉണ്ടാക്കൂ. ഈ ഒരു ഡയലോഗ്, ഒരു ആർട്ടിസ്റ്റിന്റെ ഡയലോഗിൽ നിന്ന് അടുത്തയിലേക്ക് ഒരു കണക്ഷൻ പോവുകയാണെങ്കിൽ ഇതൊരു സ്റ്റോറി ലെവലിൽ നിങ്ങൾക്ക് അത് ചെയ്തു പോകാൻ പറ്റും. സ്ക്രിപ്റ്റ് ചെയ്തിട്ട്. താങ്ക് യു. അപ്പോ താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചേട്ടന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു ഷർട്ടാണ്. ഓക്കെ, നമ്മുടെ താര വിളയാട്ടം കഴിഞ്ഞു. ഒരു കുഞ്ഞു ബ്രേക്കിന് ശേഷം ഇപ്പൊ തിരിച്ചു വരാം. ദിവ്യനാമം അയ്യപ്പ அன்பார்ந்த பெரியவர்க்கு வணக்கம். மாட்டுப்பட்டி, உசிலாம்பட்டி, கிளிக்காம்பட்டி, கரிப்பட்டி பஸ் 1/2 மணி நேரத்துக்குள்ளே புறப்படுகின்றேன். நிம்மதியா தூங்குறதுக்கு வாஞ்சான சீட்டு, குடிக்க தண்ணி எல்லாமே ബസ്സുക്കുള്ളേ കിടക്കും. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രാമങ്കിരി, ചേന്നങ്കിരി എന്നീ ഭാഗങ്ങൾ കണ്ടെയ്ൻമെന്റ് സോൺ ആയിക്കൊണ്ട് ആ ഭാഗത്തൊരു വണ്ടികൾ ഉണ്ടായിരിക്കുന്നതല്ല, പകരം വള്ളങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങോട്ടുള്ള യാത്രക്കാർ എത്രയും പെട്ടെന്ന് തുഴയുമായി വള്ളത്തിൽ കയറുക. നാരായണ സ്വാമിയേ, സ്വാമി ശരണം. പമ്പയ്ക്ക് ബസ്സുണ്ടോ? തിരക്കിട്ട് പറയാം. അല്ല, ഇവിടെ തിരക്കി അറിയാനൊക്കെ അല്ലേ? അതാ ഞാൻ പറഞ്ഞ അവിടെ തിരക്കിട്ട് ഞാൻ പറയാന്നാ പറഞ്ഞേ. എന്റെ ഭഗവാനെ, സ്വാമി ശരണയ്യപ്പോ. ഇന്നലെ എങ്ങാണ്ട് യാത്ര പോയപ്പോ യാത്രക്കാരെ കൂമ്പൊക്കെ ഇടി കിട്ടിയല്ലേ നെഞ്ചിനിട്ട്? ഇനി വന്നേ കണ്ടക്ടർ ചോദിക്കട്ടെ, ഇന്നലെ ഇവിടുന്ന് ഒരു ബസ് പോയി, ഡ്രൈവറും കണ്ടക്ടറും മാത്രമേ പോയുള്ളൂ. എന്തുകൊണ്ടാണ് യാത്രക്കാരെ കയറ്റാതെ പോയത്? കൂട്ടമാ പോകും. ഇവിടുത്തെ കണ്ടക്ടറാ. കേരളത്തിൽ നിന്ന് വന്ന തമിഴനല്ലേ? അല്ലല്ല, ഇവിടെ വന്ന തമിഴ്നാട്ടിലെ ഡ്രസ് ഇട്ട് നടക്കുകയാണ്. മലയാളിയാണ്. ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, തമിഴ്നാട്ടിലെ ബസ് കണ്ടക്ടറായിട്ട് പോകാൻ പാടില്ലെന്ന്. തമിഴ്നാട്ടിൽ പണിയെടുക്കാൻ പറ്റിയല്ല, പട്ടിയെ പണിയെടുക്കാൻ പണിയെടുക്കണം. കേരളത്തിലാണെങ്കിലാ പണിയെടുക്കുമ്പോൾ കാണിച്ചാ മതി, കറക്റ്റ് ആയിട്ട് ശമ്പളം കിട്ടും. വരുമെന്ന് തോന്നുന്നില്ല. ഇത് മിമിക്രി നിർത്തി ജോലിക്ക് കയറിയാണെന്ന് തോന്നുന്നു. ഡ്യൂട്ടി തുടങ്ങിയിട്ടില്ല, വണ്ടി എടുത്തിട്ടില്ലല്ലോ. ഡ്യൂട്ടി തുടങ്ങിയാലും ഇല്ലെങ്കിൽ 5 മണിക്ക് എന്റെ ഡ്യൂട്ടി തീരും. ട്രിപ്പിന്റെ ഇടയിൽ ഞാൻ ഒരു 10-100 ഒപ്പിച്ചോളാം. നീ ഒരു സാധനം എടുത്ത് വെക്ക്, വന്നിട്ട് നമുക്ക് കൂടാന്നേ. ബാലൻസ് ഞാൻ സംസാരിക്കുന്നുണ്ട്. എന്താ സംഭവം? ബാലൻസ് ഇല്ലാത്ത താനാണ് ഈ തലക്കെട്ടും കൊണ്ട് നടക്കുന്നത്. അതല്ല, ടിക്കറ്റ് എടുത്തിന്റെ ബാലൻസ് കിട്ടിയില്ല. ചേഞ്ച് ഇല്ലെന്ന്. ഭഗവാനെ, ഇയാൾക്ക് നല്ലത് തന്നെ കൊടുക്കണേ. ഇവിടെ കുറച്ച് ആൾക്കാരായിട്ട് സംസാരിക്കാൻ സമ്മതിക്കൂലെന്ന്. സാറിന്റെ അച്ഛന്റെ പ്രായമല്ലേ? ആ ചാക്കിട്ട് താഴെ വെച്ചിട്ട് ഈ ബാഗിൽ നിന്ന് ചില്ലറ കൊടുക്കാൻ പാടില്ല, അയാൾക്ക് ഓടിക്കേണ്ട കാര്യമുണ്ട്. എന്നിട്ട് വേണം യൂണിയൻകാർ വന്ന് എന്റെ പടലിക്കിട്ട് കയറാൻ. അതെ, താനധികം സംസാരിക്കണ്ട, ഇത് കേരളമാണ്, കേരളം. ഇപ്പൊ കുത്തി സംസാരിച്ച മനസ്സിലായി, കേരളമാണ്. കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറും കേട്ടോ യാത്രക്കാരോട്. ആണോ? വളരെ മോശമായിട്ട്. ഇത് കൊള്ളാന്ന്. സാറേ, ഇതേതാ ബസ്? SRTC ബസ്. സാറേ, അതല്ല, ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന്? മുകളിലേക്കാ. ഇതിനകത്ത് കയറുന്ന ആളുകളുടെ കാര്യമല്ല ചോദിച്ചത്, ഇത് കോയമ്പത്തൂരോട്ട് പോകുന്നാ ചോദിച്ചത്. പോവാണെങ്കിൽ എനിക്ക് കോയമ്പത്തൂരെ പോകണമായിരുന്നു സാറേ, ചെറിയ താമസമുണ്ട്. കോയമ്പത്തൂർ ബസ് ഞാനുണ്ട്. കണ്ടു പഠിക്കടാ.
സാറേ അവരിപ്പോ 3ാമത്തെ ബസ്സാണ് അവർ ഫില്ല് ചെയ്ത് പോണത്. കണ്ടായിരുന്ന നിങ്ങൾ ഒറ്റ ബസ് പോലും പോകണല്ലോ. അവർ ആൾക്കാരെ വിളിച്ചോണ്ട് പോണ കണ്ട. നിങ്ങൾ ലാസ്റ്റ് കാലിക്ക് പുറകെ ഓടാനായിട്ട് നടക്കണം. എനിക്കറിയാൻ വേണ്ടി ശബരിമലയ്ക്ക് പോകാൻ വന്നതാണ്. ഞാൻ ശബരിമലക്ക് പോകാൻ വന്നതാണ്. എന്നാ അത് അന്വേഷിച്ചാൽ മതി. അല്ല അത്രേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണം. അയ്യപ്പ ഭക്തന്മാരെ പ്രത്യേക സ്ഥലത്തേക്ക് പമ്പയിലോട്ടുള്ള ബസ് ഉടൻ തന്നെ പുറപ്പെടുന്നതായിരിക്കും സ്വാമി ശരണം. അതെ ആ വന്നേ. ആ പമ്പയിലേക്ക് ഏത് ബസ്? A430. A430. എന്റെ പൊന്നു സുഹൃത്ത്, അത് മെക്കാനിക്സുകാർ പണിയെടുക്കണം അതിന്റെ അകത്ത്. അവരും മലയ്ക്ക് പോകണോ? കറുത്ത ഡ്രസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. കറുത്ത ഡ്രസ് അല്ല, ഗ്രീസ് പറ്റി കറുത്തായി പോയതാ. ഇപ്പൊന്മാരാണ് കണ്ണും കാണത്തില്ലാത്ത ആൾക്കാരൊക്കെ ഇല്ല. പമ്പയ്ക്കുള്ള ബസ് ഇല്ല. തെങ്കാശി, ശിവകാശി, മദ്രാശി ബസ് എന്നടാ ഈ തെറി വിളിച്ചു പറയണത്? ശരിയൊന്നും അല്ല. ഇപ്പൊ എത്രാമത്തെ 4ാമത്തെ ബസ്സാണ് ഈ പോണത്. നിങ്ങളുടെ ഒരു ബസ്സെങ്കിലും പോയിട്ടുണ്ടോ? നിങ്ങളുടെ പമ്പയ്ക്കും ബസ്സില്ല. അല്ല ഞാൻ പമ്പയ്ക്ക് സ്വാമിക്ക് എന്താ സൂക്കേട്? ഞാൻ വന്നിരുന്ന് കുറെ നേരമായിട്ട് കാണുമല്ലോ. ബസ് നിങ്ങളുടെ പോണില്ലല്ലോ. സ്വാമി പറയുന്നതിലും കാര്യമുണ്ട്. 4 ബസ് പോകുമ്പോൾ നമ്മുടെ ഒരു ബസ്സെങ്കിലും പോകണ്ടേ? അതേ പറഞ്ഞോളൂ. പോണം. കിടക്കണ ബസ് പോകാൻ പാടില്ലേ? ഇത് പോകാൻ പാടില്ലേ? കോയമ്പത്തൂര് A430 ഇത് കോയമ്പത്തൂർ പോകാൻ പാടില്ലേ? പിന്നെ പോകാത്തെ ഡ്രൈവറിന് പറ്റത്തില്ല. അതിന്റെ ഡ്രൈവർ ആരാ? ഞാനാ. ഇവിടെ താനല്ലേ ഡ്രൈവർ, അതുകൊണ്ട് പിന്നെ വണ്ടി എടുത്തോട്ട് എനിക്ക് പോകാൻ പാടില്ലേ? എന്റെ സാറേ, അതിന് ബാക്കിൽ ടയർ ഇല്ല. പുതിയ വണ്ടിക്ക് ബാക്കിൽ ടയർ ഇല്ലെന്ന്. ശരിയാണല്ലോ. എന്റെ ടയർ ഇവിടെ പുതിയ വണ്ടി അതിന്റെ ടയർ എന്തി? ടയർ എന്തിയാണോ? എങ്ങോട്ട് നോക്കിയേ. മെക്കാൻ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് 6-7. ഇനി സമ്മേളനം കഴിഞ്ഞ് ടയർ എടുത്ത് അതേ പിറ്റ് ചെയ്താലേ കോയമ്പത്തൂർക്ക് പോകാൻ പറ്റൂ. എന്റെ ദൈവമേ, റൂട്ടിലോടിക്കൊണ്ടിരിക്കണ വണ്ടിയുടെ ടയർ എടുത്താണ് സംസ്ഥാന സമ്മേളനത്തിന്റെ ബോർഡ് ഉണ്ടാക്കണം. ഒരു ബാനർ വലിച്ചു കെട്ടിയാൽ പോരായിരുന്ന. പിന്നെ എങ്ങനെ ഇത് നഷ്ടത്തിലാകാതിരിക്കും? അല്ല, ഇപ്പൊ ഈ കോയമ്പത്തൂർ ബസ്സിരിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യാനാ നിങ്ങളുടെ പരിപാടി? അത് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. സ്വാമിയുടെ പണി നോക്കി. അല്ല, ഒറ്റ ബസ്സും പോണില്ല. ആൾക്കാർ കയറിയിരിക്കും. എല്ലാ വിഷയത്തിലും അങ്ങ് തലയിടല്ലേ? സ്വാമി ഒന്നും കൺസെഷൻ തന്നെന്നും പറഞ്ഞു. അല്ലേ, ചെറിയ പരിപാടിയുണ്ട്. 10 പൈസ കിട്ടിയാൽ കഴിക്കുവോ? ഇല്ലല്ലോ. നമ്മുടെ കോയമ്പത്തൂര് ആൾക്കാരൊക്കെ കോയമ്പത്തൂർ ഈ വണ്ടി പോകത്തില്ല. ബാബാ ഇറങ്ങി കോയമ്പത്തൂർ ബസ് പോകാൻ പോണേ. ഇറങ്ങി കോയമ്പത്തൂരില്ലേ? അല്ല ഇത് എന്നെ 10,000 രൂപയുടെ വകുപ്പ് ഒപ്പിച്ച് തന്നിട്ടുണ്ട്. താങ്ക് യു സാർ. അപ്പൊ എനിക്ക് എന്തെങ്കിലും കിട്ടൂലോ? 500 രൂപ കിടക്കും. കിടക്കോ ഇരിക്കുവോ എന്തെങ്കിലും താ. ഓക്കെ സാർ. ഓക്കെ. എങ്ങനെയുണ്ട്? 250 രൂപ അങ്ങ് വരും. അത് മതി. പരിപാടിയല്ലേ? ഇതിനായി ടയർ ഊരി വെച്ചേക്കുന്നു. സ്വാമിയുടെ പണി മെക്കാനിക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ശരിയാക്കാൻ പാടില്ല. പിന്നെ മെക്കാനിക് ശിവശങ്കരനുണ്ട്. അതുകൊണ്ടാ ടയർ ഊരി വെച്ചത്. അവനെ കാണുന്നില്ല, ശിവശങ്കരനെ കാണണ്ടേ? ശിവശങ്കരോ, എന്നതാ ശിവശങ്കര? ഈ സ്റ്റേഷനിലെ ബസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് നന്നാക്കാത്തത് തെറ്റ്. അതുപോലെ സമയാസമയം ഓയിൽ സർവീസ് മാറാത്തതും തെറ്റ്. റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാതെ ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോകുന്നതും തെറ്റ്. ആരുടെ തെറ്റ്? എന്റെ തെറ്റ്. ഇതൊക്കെ തള്ളിക്കൊണ്ട് വരുന്നത് ഞാൻ. പിന്നെ എങ്ങനെ KSRTC നഷ്ടത്തിൽ ഓടാതിരിക്കും? വണ്ടി തള്ളാൻ രാവിലെ പോയി മെക്കാനിസം നന്നായിരിക്കും. അതുകൊണ്ടല്ലേ KSRTC നഷ്ടത്തിൽ വരുന്നത്. നഷ്ടത്തിലാണെന്ന് പറയരുത്. ആ നഷ്ടത്തിലാവാൻ ഒരു പ്രധാന കാരണമുണ്ട്. എന്ത് കാരണം? നമ്മുടെ എംബ്ലം ശരിയല്ല. എംബ്ലം അല്ല, എംപ്ലോയീസ് ആണ് ശരിയാകാത്തത്. അതാണ് നമ്മുടെ KSRTCയുടെ എംബ്ലം എന്താണ്? ആന. ആന എങ്ങനെയാണ് പോകുന്നത്? ആന പതുക്കെയാണ് പോണത്. ആണോ? അതുകൊണ്ടല്ലേ ബസ്സും പതുക്കെ പോകുന്നത്. ആനയെ മാറ്റിട്ട് വല്ല കടുവയോ ചീറ്റപ്പുലിയോ സിംഹത്താക്കി ബസ്സൊക്കെ ചീറിപ്പാഞ്ഞു പോയെന്ന്. അപ്പൊ ആനയാണ് പ്രശ്നം. ആനയാണ് പ്രശ്നം. ഓക്കെ, ഞാൻ മന്ത്രിയോട് പറഞ്ഞ ഈ എംബ്ലം മാറ്റിയിരിക്കും. ഓക്കെ സാർ. കൂടെ നിന്നെ മാറ്റി. കേരളത്തിൽ KSRTC നഷ്ടത്തിലാകാൻ എംബ്ലമൊന്നും അല്ല കാരണം. പിന്നെ പുത്തൻ KSRTC ബസ് കൊണ്ടുവന്ന് വെട്ടിപ്പൊടിച്ച് തട്ടുകടയാക്കി. അറിയാമായിരുന്നോ? അത് തന്നെ പുതിയ വോൾവോയുടെ സീറ്റ് എടുത്ത് ഡ്രൈവർക്ക് ഇരിക്കാനുള്ള ക്യാബിൻ ഉണ്ടാക്കി. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ചെയ്തതല്ലേ? അത് മാത്രമാണ് ഇപ്പൊ പച്ചക്കറി കട തുടങ്ങിയേക്കുവാണ്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നുള്ള പേര് മാറ്റിയിട്ട് കേരള കർഷക റോഡ് തട്ടുകട കോർപ്പറേഷൻ എന്നായിരിക്കും എന്റെ ഒരു നിഗമനം. ശരണം. എന്തായാലും ഈ ചെയ്ത ഒരു നല്ല കാര്യമാണ്. കാരണം കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടികളെല്ലാം ഇതുപോലെ ഒരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് ഇറങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അതുകൊണ്ട് ലാഭമുണ്ട് ഇപ്പൊ KSRTCക്ക്. അല്ലെ ചുമ്മാ ഇങ്ങനെ വണ്ടി ഇട്ടോണ്ടിരുന്ന സമയത്തോടായിരുന്നു കഴിഞ്ഞാൽ നഷ്ടമല്ലേ? അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. പള്ളിയില്ല, ഞാനോ? സോറി, മാറിപ്പോയി. ശബരിമല പറഞ്ഞാൽ അതെ. ഇങ്ങനെ വന്നേ, എന്നോട് ചൂടായിട്ടോ വന്നെ യാത്രക്കാരോട് മെക്കിട്ട് കയറിട്ടോ കാര്യമില്ല. നിങ്ങൾ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ നോക്ക്. പിന്നെ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അവിടെ കണ്ട തമിഴന്മാർ കണ്ട ഇവിടെ വരുന്ന ആൾക്കാരെ കൂടെ വിളിച്ചോണ്ട് പോവുകയാണ്. നമുക്ക് എങ്ങനെ ഇത് ലാഭത്തിലാക്കാന്നുള്ളത് നിങ്ങൾ അയാളെ വിളിച്ച് ചോദിച്ചു നോക്ക്. ഹലോ അണ്ണാച്ചി, ആളെ തരുവാ. ആളെ തരാം. അതെ, നിങ്ങൾ എങ്ങനെയാണ് ഈ ആളെ കൂട്ടുന്നത് ശരിക്കും വണ്ടിക്കകത്ത്? അത് വന്ന് സാർ, ഒരു ബസ്സുക്ക് ഒരു ഡ്രൈവറും ഒരു കണ്ടക്ടറും ഇருக்கு. അത് ഞങ്ങൾക്കും ഉണ്ടല്ലോ. ഒരു ബസ്സിൽ കണ്ടക്ടറും ഡ്രൈവറും ഉണ്ട്. இந்த மாதிரி വേല ചെയ്യാത്ത ആൾക്കാരല്ലേ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഡ്രൈവിംഗ് അറിയും. കണ്ടക്ടർക്ക് അറിയില്ല, എനിക്കറിയാം. ഡ്രൈവിംഗ് അറിയാം. ടിക്കറ്റ് കൊടുക്കാൻ അറിയാവോ?
കണക്ക് തെറ്റും സർക്കാർ നഷ്ടമാവും. ഇതാ നമ്മുടെ കണക്കൂട്ടിൽ തെറ്റണ ജോലിക്കാരുടെ അടുത്ത് കഴിയുമ്പോ. സാർ വണ്ടിക്ക് ചിന്ന പ്രോബ്ലം വന്നാ താങ്കൾ തന്നെ ശരിയാക്കി. ആ ഇവിടെ അങ്ങനെ ഒരു മുട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ വർക്ക്ഷോപ്പിൽ വിളിച്ചു പറയും. ആ സമയത്ത് ഇവന്മാര് വരത്തില്ല. 3 ദിവസം കഴിഞ്ഞേ സ്പോട്ടിലെത്തുള്ളൂ. നിങ്ങൾ ഉത്തരവാദിത്തം ഇല്ലാത്ത ഓടുന്നതുകൊണ്ട് ഇവിടെ നഷ്ടപ്പെടുന്ന മനസ്സിലായ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കത്തിന് എന്റെ വണ്ടി ഓടിച്ചല്ലോ. ആ വെള്ളപ്പൊക്കത്തിന് നീയൊക്കെ ഓടിച്ച് മഴ പെയ്ത് വെള്ളം കയറിയ വണ്ടി അതിലെ പോകാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ വണ്ടിയും ഒരുമിച്ച് ഓടിക്കും. എന്നിട്ട് കേടാക്കിയിട്ട് വീട്ടിൽ പോയിരുന്ന് അങ്ങനെ തബല വായിക്കും. നീയൊക്കെ അറിയാവാ? ചോദിച്ചു കഴിഞ്ഞാൽ പറയും റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, ഈ ജാതിക്കാ തോട്ടമുണ്ടെന്ന് പറയും. സാധാരണക്കാരാണ് വലയാണ്, അറിയാവാ? ഇത്ര വലിയ കാര്യങ്ങളായിട്ട് സംസാരിക്കാൻ നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് ഞാൻ അത് പറയാം. നിങ്ങൾക്കൊരു ഗതാഗത വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, അയാളുടെ പേരെന്താ? അയാളുടെ പേര് ഒരു ക്ലൂ പറയാമോ? മന്ത്രിയുടെ പേര് ക്ലൂവോ? ഡിപ്പാർട്ട്മെന്റ് അയാളുടെ പേരറിയാൻ പാടില്ല. എന്നാ അങ്ങനെ ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയോട് ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ഗതാഗത വകുപ്പ് മന്ത്രി. ആ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഞാൻ. ഇത് കണ്ട, ഞാനാ നിങ്ങളുടെ ഗതാഗത വകുപ്പ് മന്ത്രി. ആഹാ, എന്നാ പോലീസ് കേസ് കൊടുക്കും. ഈ ട്രേഡ് യൂണിയൻ എന്തിനാ ഉണ്ടാക്കിയെന്നറിയാവാ? നിങ്ങളുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഉണ്ടാക്കിയതാണ്. അത് ഞങ്ങൾക്കെതിരെയും ജനങ്ങൾക്കെതിരെയും തിരിയണമെങ്കിൽ അത് പിരിച്ചുവിടാൻ ഞങ്ങൾക്കറിയാം. എല്ലാത്തിനും ഞാൻ സസ്പെൻഡ് ചെയ്യും, പറഞ്ഞേക്കാം. സാറേ, ഞങ്ങൾ തൊഴിലാളികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഭാഗത്തും കുറച്ച് തെറ്റൊക്കെ ഇല്ലേ? ഞങ്ങളുടെ ഭാഗത്ത് എന്ത് തെറ്റി? ഞങ്ങൾക്ക് 5-6 മാസമായി ശമ്പളം കിട്ടിയിട്ട് പെൻഷൻ പോലും ശരിയായിട്ട് കിട്ടുന്നില്ല. ഒരു നട്ട് മാറ്റിയിടാൻ ഞങ്ങൾക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. പക്ഷെ ഒരു നട്ടിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് 24 മണിക്കൂറും കയറി ഇറങ്ങി കിടക്കണം അത് കിട്ടാൻ വേണ്ടി, അറിയാവോ? അല്ല, അത് ശരിയാണ്. തൊഴിലാളികളുടെ മാത്രം ഭാഗത്തല്ല തെറ്റി, ഞങ്ങളുടെ ഭാഗത്തും കുറച്ച് തെറ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ മാറ്റി നല്ല രീതിയിലേക്ക് മുന്നോട്ട് വരാം. തരാനുള്ള ശമ്പള കുടിശ്ശിക തരാം, പെൻഷൻ തരാം. കറക്റ്റ് ആയിട്ട് ജോലി ചെയ്യണം എല്ലാവരും. അത് നിങ്ങൾ ഓക്കെ ആണോ? ജോലി ചെയ്യാ അല്ലേ? അങ്ങനെയാണെങ്കിൽ നഷ്ടം നമുക്ക് പരിഹരിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഇവിടെ മിന്നൽ പണി മുടക്ക് നടത്തും. ഇതാ കുഴപ്പം. നിനക്കൊക്കെ ജോലി കിട്ടി കഴിയുമ്പോ ഒരു മിന്നൽ പണി മുടക്ക്. അതുകൊണ്ട് എല്ലാത്തിലും ഞാൻ ഇപ്പൊ തന്നെ സസ്പെൻഡ് ചെയ്യാൻ പോവാ. ആഹാ, കാണിച്ചു തരാം ഞാൻ. സാറെങ്ങനെ സസ്പെൻഡ് ചെയ്തോ കേട്ടോ? സാറിന് ഇനി 1 വർഷം കൂടി അല്ലേ ഉള്ളൂ? 1 വർഷം കൂടി ഞാൻ അധികാരത്തിലുണ്ട്. അത് കഴിഞ്ഞാൽ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി വരുമല്ലോ. വരും. അപ്പൊ കാണാം ഞങ്ങൾ എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇരിക്കും? ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കും. എന്റെ ദൈവമേ, ഒരു കാലത്തും ഈ ഡിപ്പാർട്ട്മെന്റ് നന്നാവില്ല. സ്വാമി ശരണം. Costume courtesy for Nadir Shah and Kottayam Nazir. London classic casual shirts. Jewelry courtesy for Gopika. Planet Jewel. Costume courtesy for Gopika. Fashion Bay.